നിങ്ങളോട് ഞാൻ പറയുകയാണ്, വെള്ളം മാത്രം ഉപയോഗിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, വെള്ളം ഉപയോഗിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ടതെന്തും ആകർഷിക്കാൻ സാധിക്കും. ഇത് വളരെ ശക്തമായ ഒരു ടെക്നിക്കാണ്. ഇതിൽ വെള്ളവും 6 പ്രത്യേക വാക്കുകളും ഉൾപ്പെടുന്നു. ഈ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വെള്ളം കുടിക്കുന്നതിന് മുൻപ് നിങ്ങൾ പറയേണ്ട 6 വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സാമ്പത്തിക സമൃദ്ധി, ആരോഗ്യം, തികഞ്ഞ പ്രണയ ജീവിതം എന്നിവ ആകർഷിക്കാൻ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ പുതിയ ആളാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ടെക്നിക്കിന്റെ ഉപയോഗം മനസ്സിലാക്കുന്നതിന് മുൻപ് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. 1990കളിലെ ഡോക്ടർ മസറു എമോട്ടോയുടെ പ്രസിദ്ധമായ വാട്ടർ എക്സ്പെരിമെന്റിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. മസറു എമോട്ടോയുടെ ജോലികളെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലെങ്കിൽ, മനുഷ്യന്റെ ബോധത്തിന് വെള്ളത്തിന്റെ തന്മാത്രാഘടനയെ സ്വാധീനിക്കാൻ കഴിയുമെന്ന ഒരു സിദ്ധാന്തം അദ്ദേഹം മുന്നോട്ടുവച്ചുവെന്ന് ഞാൻ പറയാം. അദ്ദേഹം ഒരേ ഉറവിടത്തിൽ നിന്ന് വെള്ളത്തിന്റെ സാമ്പിളുകൾ എടുത്ത് വ്യത്യസ്ത ജാറുകളിൽ സൂക്ഷിച്ചു. അതിൽ ഓരോന്നിലും വ്യത്യസ്ത വാക്കുകൾ ഒട്ടിച്ചു. വെള്ളത്തിന്റെയും ഐസ് ക്രിസ്റ്റലുകളുടെയും ഘടനയുടെ ചിത്രങ്ങൾ എമോട്ടോ വ്യത്യസ്ത ക്രമീകരണങ്ങളിൽ എടുക്കാൻ തുടങ്ങി. അതിൽ നിന്ന് നമ്മുടെ ഉദ്ദേശങ്ങൾ യഥാർത്ഥത്തിൽ തണുത്തുറഞ്ഞ വെള്ളത്തിന്റെ ക്രിസ്റ്റൽ തന്മാത്രാഘടനയെ സ്വാധീനിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഐസിലേക്ക് അയച്ച നല്ല ചിന്തകൾ ക്രിസ്റ്റലുകളെ കൂടുതൽ യോജിപ്പുള്ളതാക്കി, എന്നാൽ നെഗറ്റീവ് ചിന്തകൾ അവയെ കൂടുതൽ ചിതറിയ രൂപത്തിലാക്കി. അദ്ദേഹം വ്യത്യസ്തതരം ശബ്ദങ്ങൾ പ്ലേ ചെയ്ത് വെള്ളം പരീക്ഷിച്ചു. ക്ലാസിക്കൽ ശബ്ദങ്ങൾ നല്ല ആകൃതിയിലുള്ള ക്രിസ്റ്റലുകൾ ഉണ്ടാക്കിയപ്പോൾ, ഹെവി മെറ്റൽ ശബ്ദങ്ങൾ ചിതറിയ ക്രിസ്റ്റലുകളാണുണ്ടാക്കിയത്. അദ്ദേഹം വെള്ളത്തിന്റെ ജാറുകളിൽ സ്നേഹം, നന്ദി എന്നിങ്ങനെയുള്ള പോസിറ്റീവ് വാക്കുകൾ എഴുതി ആ വാക്കുകൾ മനോഹരവും തികഞ്ഞതുമായ ക്രിസ്റ്റലുകൾ ഉണ്ടാക്കി. നെഗറ്റീവ് വാക്കുകൾക്ക് ക്രിസ്റ്റലുകൾ ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, പകരം ചിതറിയ ക്രിസ്റ്റലുകളാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഈ മുഴുവൻ പരീക്ഷണത്തെയും നിങ്ങളുടെ ശരീരത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ശരീരത്തിന്റെ 70 മുതൽ 80% വെള്ളമാണല്ലോ. അതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ തലച്ചോറുൾപ്പെടെ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിലുമുള്ളത്. ചിന്തകളും വാക്കുകളും എങ്ങനെയാണ് വെള്ളത്തിന്റെ തന്മാത്രകളുടെ അവസ്ഥയെയും ഭൗതിക വസ്തുക്കളെയും സ്വാധീനിക്കുന്നതെന്ന് ഇത് കാണിക്കുന്നു. ചിന്തകളും ഉദ്ദേശങ്ങളും ശരീരത്തെ പോസിറ്റീവായോ നെഗറ്റീവായോ ബാധിക്കുന്ന ഒരു ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. നിങ്ങളെ സ്വാധീനിക്കുന്ന നെഗറ്റീവ് വാക്കുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ എന്നോട് പറയാം. ഒരുപാട് ശാസ്ത്രജ്ഞർ ഡോക്ടർ എമോട്ടോയുടെ പരീക്ഷണത്തെ തള്ളിക്കളഞ്ഞു. എന്നാൽ മറ്റ് ശാസ്ത്രീയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വെള്ളത്തിന് ഓർമ്മയുണ്ടെന്നും ബോധത്തോട് പ്രതികരിക്കുമെന്നുമാണ്. 2. ജർമ്മൻ എയ്റോസ്പേസ് ഗവേഷകരായ പ്രൊഫസർ ഡോക്ടർ ബെർണ്ട് ക്രപ്ലിനും രാജനും ഗവേഷണം നടത്തുകയും വെള്ളത്തിന് ഓർമ്മയുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഒരേ ഉറവിടത്തിൽ നിന്നുള്ള വ്യത്യസ്ത തുള്ളികൾ പരിശോധിച്ചുകൊണ്ട് ശാസ്ത്രജ്ഞർക്ക് ഓരോ തുള്ളി വെള്ളത്തെയും ഭൗതികമായി കാണാൻ കഴിഞ്ഞു. അവയെല്ലാം അതിലേക്ക് ചേർത്ത വികാരങ്ങളെ അടിസ്ഥാനമാക്കി വ്യത്യസ്ത ചിത്രങ്ങളുണ്ടാക്കി. ഡോക്ടർ എമോട്ടോയുടെ ഗവേഷണത്തിൽ സംഭവിച്ചതുപോലെ ഇവിടെയും സംഭവിച്ചു. നീ ഒരു മണ്ടനാണ് അല്ലെങ്കിൽ വിഡ്ഢി എന്നതിന്റെ ഊർജ്ജം അതിലേക്ക് ചേർക്കുമ്പോൾ ആ ഘടന ചിതറിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നത്, നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശവും ഓരോ നിമിഷവും ഇങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ചിന്തിക്കുക. എന്നാൽ ഇതിവിടെ അവസാനിക്കുന്നില്ല. വെള്ളത്തിന്റെ ഓരോ ഉറവിടത്തിനും അതിന്റേതായ ഓർമ്മയുണ്ടെന്നും ഗവേഷണത്തിൽ കണ്ടെത്തി. അവർ ടാപ്പിലെ വെള്ളം, തടാകത്തിലെ വെള്ളം, കടൽ വെള്ളം എന്നിവയെടുത്ത് പരീക്ഷിച്ചു. ഓരോ പരീക്ഷണത്തിലും വ്യത്യസ്ത ഉറവിടങ്ങളിൽ നിന്നുള്ള വെള്ളം ഓരോ ചിന്തയോടും വ്യത്യസ്ത ഘടനകളാണ് കാണിച്ചത്. ഞാൻ ധനികനാണ്, ഞാൻ ദരിദ്രനാണ്, ഞാൻ വിജയിച്ചവനാണ്, അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടവനാണ് എന്നിങ്ങനെ. ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങളുടെ യഥാർത്ഥ ഘടനയെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചാണ്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എന്ത് ആകർഷിക്കുന്നുവെന്ന് ഇത് നിർണ്ണയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന 6 വാക്കുകൾ വളരെ ശക്തമാകുന്നത്. അതിനാൽ വെള്ളം കുടിക്കുന്നതിന് മുൻപ് ഒരു പേപ്പർ എടുത്ത് ഒരു ഓർമ്മപ്പെടുത്തലായി നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എഴുതുക. നിങ്ങൾ അത് ഇതിനകം നേടിയിട്ടുള്ളതുപോലെ വർത്തമാനകാലത്തിൽ എഴുതാൻ ശ്രദ്ധിക്കുക. അതുപോലെ നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. ഇപ്പോൾ വാക്കുകൾ ഇതാണ്. നന്ദി പ്രപഞ്ചമേ, എന്നെ അനുഗ്രഹിച്ചതിന്. നിങ്ങൾക്ക് പ്രപഞ്ചത്തിനു പകരം ദൈവം എന്ന വാക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. നിങ്ങളുടെ വ്യത്യസ്ത ആഗ്രഹങ്ങൾ നേടുന്നതിന് ഈ 6 വാക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, നന്ദി പ്രപഞ്ചമേ, എനിക്ക് ഉത്തമ ആരോഗ്യം നൽകിയതിന്. നന്ദി പ്രപഞ്ചമേ, എന്റെ ശരീരത്തിലെ ഓരോ കോശത്തെയും സ്വാധീനിക്കുന്ന ദിവ്യസ്നേഹം എനിക്ക് നൽകിയതിന്. നന്ദി പ്രപഞ്ചമേ, എനിക്ക് സാമ്പത്തികമായി അനുഗ്രഹം നൽകിയതിന്. നിങ്ങളിത് ആരോഗ്യം, പ്രണയം അല്ലെങ്കിൽ സമൃദ്ധി എന്നിവയ്ക്കു വേണ്ടിയാണെങ്കിൽ അതിനനുസരിച്ച് കൃത്യമായ വിവരങ്ങൾ ചേർക്കുക. എന്നെ അനുഗ്രഹിച്ചതിന് എന്നതാണ് പ്രധാന വാക്ക്. അതിന്റെ കൂടെ നന്ദി ദൈവമേ, നന്ദി പ്രപഞ്ചമേ എന്നിവയും. നിങ്ങൾ വെള്ളം കുടിക്കുന്നതിനു മുൻപ് ആ ഊർജ്ജം അതിലേക്കൊഴുകാൻ അനുവദിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ തികഞ്ഞ ഘടനയെ വെള്ളത്തിൽ സങ്കൽപ്പിക്കുക. ഇനി
നിങ്ങളുടെ ദിവസം മോശമാകുമ്പോൾ അല്ലെങ്കിൽ വിജയം നേടാത്തതുകൊണ്ട് നിങ്ങൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ നെഗറ്റീവ് ചിന്തകളോടെ മുന്നോട്ടു പോകുന്നതിനു പകരം ഒരു നിമിഷം നിർത്തി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയതിന് ദൈവത്തിനോ പ്രപഞ്ചത്തിനോ നന്ദി പറയുക. എന്നെ വിശ്വസിക്കൂ, പതുക്കെ കാര്യങ്ങൾ മാറും. പക്ഷേ അത് തീർച്ചയായും മാറും. നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ബോട്ടിലോ എടുത്ത് അതിൽ വെള്ളം നിറയ്ക്കാം. ഞാൻ സാധാരണയായി എന്റെ കൈപ്പത്തികൾ പരസ്പരം തിരുമ്മി എന്റെ കൈകളിലെ ഊർജ്ജപ്രവാഹം സജീവമാക്കിയതിനു ശേഷം ഗ്ലാസോ ബോട്ടിലോ പിടിക്കുന്നു. ഇത് ഊർജ്ജം സജീവമാക്കുന്നതിനുള്ള മികച്ച വഴികളിലൊന്നാണ്. അതിനുശേഷം നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ ഉറക്കെയോ അല്ലെങ്കിൽ മനസ്സിലോ വായിക്കുക. നിങ്ങൾക്ക് ശരിയായതും സുഖകരവുമായ രീതിയിൽ അത് ചെയ്യാം. പിന്നെ ചെയ്യേണ്ട പ്രധാന കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദൃശ്യവൽക്കരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ആ ഊർജ്ജം അനുഭവപ്പെടുന്നതുവരെ അത് ആവർത്തിക്കുക. അതിനുശേഷം വെള്ളം കുടിക്കുക. നിങ്ങളൊരു ബോട്ടിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വെള്ളം സൂക്ഷിച്ചുവെക്കാം. ഇടയ്ക്കിടെ ഒരു കവിൾ വെള്ളം കുടിച്ച് അതിലുള്ള പോസിറ്റീവ് സ്പന്ദനങ്ങൾ ഉപയോഗിച്ച് സ്വയം ഊർജ്ജസ്വലനാകാം. അതുപോലെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴോ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപോ ഈ ഘട്ടങ്ങൾ ആവർത്തിക്കാം. കൂടാതെ ഈ ടെക്നിക്കിനോട് പ്രതിബദ്ധത പുലർത്തേണ്ടതും ഇത് പരിശീലിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ മാറ്റിവെക്കേണ്ടതും വളരെ പ്രധാനമാണ്. സംശയിക്കരുത്. നിങ്ങൾ ആരുടെയെങ്കിലും ശ്രദ്ധ ആകർഷിക്കാനും അവർക്ക് മാനസിക സന്ദേശങ്ങൾ അയക്കാനും ശ്രമിക്കുകയാണെങ്കിൽ എന്റെ ഈ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ പകുതിയും പരിഹരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നതിന്റെ ഊർജ്ജം അതിലേക്ക് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം ഉപയോഗിച്ച് ഇത് ചെയ്യാൻ കഴിയും. പണം, സ്നേഹം, ആരോഗ്യം, സന്തോഷം അല്ലെങ്കിൽ ഒരു നല്ല വാർത്ത എന്നിവയ്ക്കുവേണ്ടി ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ 7 ദിവസത്തെ ഒരു ലളിതമായ പരീക്ഷണം നടത്താൻ ഞാൻ നിർദ്ദേശിക്കുന്നു. ഒരു കാര്യം തിരഞ്ഞെടുക്കുക. എല്ലാ തവണയും നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ആ പ്രത്യേക ലക്ഷ്യം അതിലേക്ക് അയക്കുക. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ വാട്ടർ ബോട്ടിലിൽ എഴുതാം. അങ്ങനെ നിങ്ങൾക്ക് അത് എപ്പോഴും ഓർമ്മയുണ്ടാകും. അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സൂചനകൾ പ്രത്യക്ഷപ്പെടുന്നതെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുക. സംശയിക്കുന്നത് നിർത്തി ഈ ടെക്നിക്ക് പരീക്ഷിച്ചു നോക്കൂ. ഇതിന്റെ ഫലങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഒരു വലിയ മാറ്റം അനുഭവപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നുവെന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ പുതിയ ആളാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകളുടെ അപ്ഡേറ്റുകൾ ആദ്യം ലഭിക്കും.